തൊണ്ടുകൊണ്ട് തന്നെ വൈൻ ഉണ്ടാക്കണം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ ഞാൻ 1/2 കിലോ ജാതിക്കത്തുണ്ട്. ഇത് നുറുക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ ഭരണിയിലിടണ ഒരു നുറുക്കൊന്നും വേണ്ട. ഇതിലിപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ കഴുകിയാൽ പിന്നെ ഇത്തിരി വെള്ളം ഇരുന്നുകൊണ്ടും വലിയ കുഴപ്പത്തിന് വരില്ല. കാരണം നമ്മൾ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ള വൈൻ ഉണ്ടാക്കണേ. 650 ഗ്രാം പഞ്ചസാര 1/2 കിലോന്. പിന്നെ ഇത് പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന സാധനത്തിനകത്ത് താതിരിപ്പൂവ്. ഇത് കണ്ടോ, ഇത് വൈന് ഇത്തിരി കിക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് സൂചി ഗോതമ്പ്. ഈ ചിലവർ അതിൽ ഈസ്റ്റ് ഇടാറുണ്ട്, പക്ഷെ ഞാൻ ഈസ്റ്റ് ഇടാറില്ല. വേണ്ടവർ ഇട്ടാൽ കുറച്ചും കൂടി ഒരു തരിപ്പ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാൻ അതിന് പകരം ഉപയോഗിക്കുന്നതാണ് ഈ താതിരിപ്പൂ. ഇത് പച്ചമരുന്ന് കടയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതും കൂടി ഇതിലിട്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ ഈ കുപ്പി പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് വലിയ കുപ്പികളില്ലാത്ത കാരണം ഞാൻ 2 എണ്ണത്തിലേക്ക് ആക്കിയിട്ടിടുന്നത്. 2 എണ്ണത്തിലാക്കണോ? അതിൻ്റെ വരില്ലടിയല്ലേ. ഫുള്ള് നിറച്ചിടരുത് കേട്ടോ. ഒരിക്കലും ഒരു 4-ൽ 3 ഭാഗം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലം ഇടണം. കാരണം ഇത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 2-ൽ നിന്നും പകുതിശയാക്കി ഇടാം. താതിരിപ്പൂവ്, ഗോതമ്പും സൂചി ഗോതമ്പും താതിരിപ്പൂവും കൂടി ഇട്ടേക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ ഓരോന്നിലും 250 മില്ലി വെച്ചിട്ട് വെള്ളം ഒഴിക്കുക. ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇനി 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇത് 21 ദിവസം കഴിഞ്ഞ് അരിച്ചെടുത്തിട്ട് പിന്നെ ഒരു 21 ദിവസം ആ ജ്യൂസ് അങ്ങനെ നമ്മൾ വൈൻ അങ്ങനെ അനക്കാണ്ട് വയ്ക്കുക. എന്നാൽ അടിയിൽ ഊറാനുള്ളത് ഊറും. എന്നിട്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റും. 21 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഊറ്റുന്നത് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ.